ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ആൻഡ് ടുഡേ മൈ ടോപ്പിക് ഈസ് വൺ മാൻ കൈൻഡ്. ഇത് തന്നെയാണ് ഏറ്റവും മികച്ച ടോപ്പിക് ജനുവരി 2025 കാരണം പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ മാൻകൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. പല കമ്പനികളിൽ നിന്നും ജോയിൻ ചെയ്തു മാൻകൈൻഡിലേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ നൗ എവ്രിബഡി ഈസ് മാൻകൈൻഡിയൻ. നിങ്ങൾ 5 വർഷം മുമ്പായിക്കോട്ടെ, 10 വർഷം മുമ്പായിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ കാര്യം എന്തെന്നാൽ വൺസ് യു എൻ്റർ മാൻകൈൻഡ് യു ആർ മാൻകൈൻഡിയൻ. ഇനി എന്തൊക്കെയാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്? 2 things ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ദിസ് വൺ മാൻകൈൻഡ് ദർ ഷുഡ് ബി എ പർപ്പസ്. നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ഡയറക്ഷൻ എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഏതൊരു ജോലിയായാലും ഓർഗനൈസേഷൻ ആയാലും ഏതൊരു ഇൻഡിവിജ്വൽ മാനേജർ, ലീഡർ, മെഡിക്കൽ റെപ്പ് ആയാലും സക്സസ്ഫുൾ ആയി തുടങ്ങുന്നത് അയാൾ ഒരു റൈറ്റ് ഡയറക്ഷനിൽ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ്. അയാളുടെ ടീം സക്സസ്ഫുൾ ആവുന്നത് അതിൽ 5-ൽ 5 പേരും 50-ൽ 50 പേരും ഒരേ ഡയറക്ഷനിൽ ജോലി ചെയ്യുന്നത് എപ്പോഴോ അപ്പോഴാകും, അല്ലെങ്കിൽ ഒരിക്കലും ആവില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഓഫ് us ടു അണ്ടർസ്റ്റാൻഡ്. ദ സെക്കൻഡ് ഈസ് 5 പേരോ 50 പേരോ 5000 പേരോ ആവട്ടെ, അവരെല്ലാവരും ഒത്തൊരുമയോടെ ഒരു ഡയറക്ഷനിൽ വർക്ക് ചെയ്യണം. ചിലർ പഴയതായിരിക്കാം, ചിലർ പുതിയതായിരിക്കാം, പക്ഷെ അവർ വ്യത്യസ്ത ഡയറക്ഷനിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവില്ല. സോ ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഓൾ ഓഫ് us ടു അണ്ടർസ്റ്റാൻഡ്. ഹെഡ് ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്തെന്നാ ഹൗ ടു ബ്രിങ് എവറിബഡി ടുഗദർ ആൻഡ് വർക്ക് ആൻഡ് മേക്ക് ഷുവർ എവറിബഡി ഈസ് വർക്കിംഗ് ഇൻ വൺ ഡയറക്ഷൻ വിത്ത് സെൻസ് ഓഫ് ഒബ്ജക്റ്റീവ്. അല്ലാതെ ഇങ്ങനെയല്ല, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട്, വൈകുന്നേരമായിട്ടാണ് തിരിച്ചു വരുന്നത്, എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, ഐ ആം നോട്ട് റെസ്പോൺസിബിൾ. എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നിങ്ങൾ 5 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ആൻഡ് യു സേ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ സെയിൽ. അതെങ്ങനെ ശരിയാവും? ബിക്കോസ് യു വാണ്ട് മോർ ഇൻസെൻറ്റീവ്, ബെറ്റർ മെഡൽ. അപ്പോൾ കൂടുതൽ പോസിറ്റീവ് ഗ്രോത്ത് ഇല്ലാതെ, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ ഹൗ ക്യാൻ യു ഏൺ മോർ മണി, മോർ ഇൻസെൻറ്റീവ്, ബെറ്റർ പൊസിഷൻ? ഇതൊന്നും സംഭവിക്കില്ല. അത് മനസ്സിലാക്കണം. This is one of the most important thing I want to put in everybody's head. First thing. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മുകളിൽ ശ്രദ്ധ കൊടുക്കണം. ആൻഡ് ഞാനൊരു മെഡിക്കൽ റെപ്പായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എൻ്റെ കയ്യിലുള്ള ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ്. ഇത് കഴിഞ്ഞ 15 വർഷമായിട്ട് ശരിയായ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം ഡെഡ് ലൈൻ തന്നിട്ടുണ്ടായിരുന്നു. ജനുവരി 18 നിങ്ങൾ നിങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ ഉള്ളിൽ 220 ഡോക്ടേഴ്സിനെ അപ്ലോഡ് ചെയ്യണം, മാർക്കറ്റ് സർവേ ചെയ്തിട്ട്. കൂടാതെ സ്പെഷ്യൽ ഡിവിഷൻസിനകത്ത് 130-140 ഡോക്ടേഴ്സിനെ അപ്ലോഡ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നടന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതിനുശേഷം നിങ്ങൾ ഇത് ഡിസൈഡ് ചെയ്യണം, എത്ര ഡോക്ടേഴ്സിനെ 3 പ്രാവശ്യം കാണണം മാസത്തിൽ, 2 പ്രാവശ്യം കാണണം, 1 പ്രാവശ്യം കാണണം. ഓർത്തു നോക്കൂ, നിങ്ങൾ ഒരു മണ്ണിൽ വിത്തിറക്കുകയാണ്. യു വാണ്ട് ടു ഗ്രോ പാഡി ആൻഡ് യു പുട്ട് സീഡ്സ് ഓഫ് പാഡി. ബട്ട് മണ്ണിന് വളക്കൂറില്ല. പിന്നെ നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചിട്ടോ, പിന്നെ എത്ര വെളിച്ചം കൊടുത്തിട്ടോ, എത്ര കാറ്റ് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ അർത്ഥം ഇഫ് റൈറ്റ് സോയിൽ ഓർ ഇഫ് റൈറ്റ് ലാൻഡ് ഇസ് നോട്ട് ദർ, നത്തിങ് വിൽ ഹാപ്പൻ. ഒരു മെഡിക്കൽ റെപ്പിന് സോയിൽ അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന്റെ ലിസ്റ്റാണ്. അതിൽ നിങ്ങൾ കൃത്രിമത്വം കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഡോക്ടേഴ്സിനെ വെക്കുകയാണെങ്കിൽ, ചുമ്മാ കാണിക്കാനായിട്ട് ഉൾപ്പെടുത്തി വെച്ചിരുന്നാൽ, then you are making yourself just fool, nothing else. നിർബന്ധമായും നമ്മുടെ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് അത് ശരിയായി നിർമ്മിക്കണം, അപ്ഗ്രേഡ് ചെയ്യണം. ആൻഡ് ഐ ഫീൽ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി ഫോർ ഓൾ ഓഫ് യു, എസ്പെഷ്യലി മെഡിക്കൽ റെപ്സ്. ഫസ്റ്റ് ലൈൻസ്, സെക്കൻഡ് ലൈൻസ്. മെഡിക്കൽ റെപ്സ് ഇത് മനസ്സിലാക്കണം. അവർ സക്സസ്ഫുൾ ആവുന്നത് അവരുടെ ലിസ്റ്റ് ശരിയാവുമ്പോഴാണ്. നിങ്ങൾക്ക് ചില ഡോക്ടേഴ്സിനെ 2 മാസം കൊണ്ടും, ചിലരെ 6 മാസം കൊണ്ടും, ചിലരെ 1 വർഷം കൊണ്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഐ എം നോട്ട് സെയിങ് ടുമോറോ യു വിൽ മേക്ക് എ മാസീവ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെള്ളം കിട്ടാനായി കുഴിക്കുന്ന മണ്ണിനടിയിൽ വെള്ളമുള്ള സ്ഥലത്ത് തന്നെ കുഴിക്കാം. എങ്ങനെ പോസിബിൾ ആവാനാണ്? നിങ്ങൾ മരുഭൂമിയിലാണ് വെള്ളത്തിന് വേണ്ടി കുഴിക്കുന്നതെന്നും അവിടെ തന്നെ തുടരുകയും ചെയ്താൽ ആ മണ്ണിൽ പൊട്ടൻഷ്യാലിറ്റി ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടാനാണ്? യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ എഫേർട്സ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് രണ്ടാമത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ റൈറ്റ് ഡോക്ടേഴ്സിനെ തന്നെ സെലക്ട് ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കൂ. സെക്കൻഡ് പ്രയോറിറ്റി ബേസിൽ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ദാറ്റ് വാട്ട് എവർ റിസോഴ്സസ് യു റിസീവ് ഫ്രം കമ്പനീസ്, വാട്ട് എവർ ലിറ്ററേച്ചർ, സാമ്പിൾ, CMEs, scientific activities,
you conduct, please conduct on the basis of some kind of relevance. Example, if there is a customer, അയാളുടെ പൊട്ടൻഷ്യൽ ഒരു 1000 രൂപയുടേതാണ് എങ്കിൽ ക്രോണിക് പ്രോഡക്ട്സിൻ്റെ, എന്നാൽ 10,000 രൂപയുടേതാണ് അക്യൂട്ടിൻ്റെ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അയാളുടെ മുകളിൽ 1000 രൂപയുടെ ക്രോണിക്കിൽ CME ചെയ്യുന്നു. Why? I fully understand that chronic is very important. This year we should try to cross. Chronicന്റെ ഈ വർഷം നമ്മുടെ 38% ആണ്. We should try to cross this year 25-ൽ തന്നെ അത് 40% ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 55% ക്രോസ് അവിടം വരെ എത്തേണ്ടതുണ്ട്. ഇത് ഹ്യൂമൻ ഒബ്ജക്റ്റീവ് ആണ്. 3 വർഷത്തിനുള്ളിൽ നമ്മൾ 50% എത്തിയിരിക്കണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. എന്നാൽ ഒരു തരത്തിലും ഇത് മറക്കാൻ പാടില്ല. എന്തെന്നാൽ അക്യൂട്ട് ഇന്നും നമ്മുടെ 60-63% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾ 38% ക്രോണിക് ചെയ്യുന്നുണ്ടെങ്കിൽ 38% സ്ഥാനത്ത് 50% ചെലവ് ചെയ്യാൻ സാധിക്കും, 60% സാധിക്കും നിങ്ങളുടെ റിസോഴ്സസിന്. But in no given time, you can make 80% expenditure only on the chronic side. Not right. If acute is giving you 50%, 60% kind of a contribution, നിങ്ങൾക്ക് 40-50% വരെ ചെലവാക്കാൻ സാധിക്കും. അതിന് ടൈം, എനർജി, റിസോഴ്സസ്, വാട്ട് എവർ യു റിസീവ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, എനി മെഡിക്കൽ റെപ്പ് ഹു ഈസ് സ്മാർട്ട് ഇനഫ് വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതെങ്ങനെ സാധ്യമാവെന്ന് പറയൂ. മണ്ണില് പച്ചക്കറി വിളയിക്കേണ്ട സമയത്ത് നെല്ലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിലോ, മണ്ണില് ഫോർ എക്സാമ്പിൾ ഷുഗർ കെയിൻ നടേണ്ട സമയത്ത് നിങ്ങൾ ഗോതമ്പ് നടുന്നു. എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഓരോ വിളയും അതിൻ്റെതായ മണ്ണിലെ വിളയും. സെയിം ഈസ് ഫോർ ദ ഡോക്ടേഴ്സ്. സോ പ്ലീസ് യൂസ് യുവർ റിസോഴ്സസ് റൈറ്റ്ലി. എന്നാൽ അതിനു മുന്നേ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ്, അതിനുശേഷം റിസോഴ്സസ് ശരിയായി യൂസ് ചെയ്യണം. ഇത് രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. അടുത്തതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, we have always talked about one thing, that people are very important, process are very important, products are very very important, and the fourth thing we have added is customer centricity. നമ്മൾ ഇമ്പോർട്ടന്റ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യാത്തത് വരെ, നമ്മൾ അവരെ കൺവേർട്ട് ചെയ്യാത്തത് വരെ നമ്മുടെ ജോലി നടക്കില്ല. This is the most important thing. We should really focus. നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്യണം. നിങ്ങളൊരു മാനേജറാണ്, നിങ്ങളൊരു റെപ്പാണ്, നിങ്ങളൊരു സീനിയർ മെഡിക്കൽ റെപ്പാണ്, ആൻഡ് യു വാണ്ട് ടു ബിക്കം എ മാനേജർ വിതൗട്ട് കൺവേർട്ടിംഗ് ന്യൂ കസ്റ്റമേഴ്സ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് യുവർ ന്യൂ പ്രോഡക്ട്സ് ആർ സെല്ലിംഗ്, ഓർ those customers are writing your products which were not writing. How can you make your mark? എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ അകത്ത് ഒരു വെയിറ്റേജ് ഉണ്ട്, ഒരു എഫക്ടിവിറ്റി ഉണ്ട്. എങ്ങനെ പോസിബിൾ ആവും? പോസിബിൾ ആവില്ല. അഥവാ നിങ്ങൾക്ക് as a manager or as a rap നിങ്ങളുടെ പേര് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വലുതാക്കണമെങ്കിൽ, it can really happen when you convert doctors. This is very important. Next, basically I want to say is specialist to managers. Whenever we select medical reps or whenever we select even managers, ട്രേഡിൽ ജോലി ചെയ്യാനുള്ള കഴിവ് വേറെ തന്നെയാണ്, ഹോസ്പിറ്റലിനകത്തുള്ളത് വേറെയാണ്. So you select peoples for hospitals, they should be of having different talent. അവരുടെ റിസോഴ്സസ് ഡിഫറെന്റ് ആണ്, അവരുടെ ജോലി ചെയ്യാനുള്ള ടൈമിംഗ് ഡിഫറെന്റ് ആണ്, അവരുടെ ഇൻപുട്ട് ഡിഫറെന്റ് ആണ്, അവർ ചെയ്യേണ്ടുന്ന ജോലി അതും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതറിഞ്ഞിരിക്കണം, എങ്ങനെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യണമെന്ന്. ട്രേഡിൽ വേറെ, അതുപോലെ ഹോസ്പിറ്റലിൽ വേറെ. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് റിയലി അണ്ടർസ്റ്റാൻഡ്. ഹെഡ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും വാട്ട് വി ആർ ഡൂയിങ് നൗ 2-3 ഇടങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം, will really blow your mind as the time will go. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന്. One is we have started working on our L&D, ലാബിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 3 മാസം 6 മാസം ഒരു വർഷത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടും. We just want one thing, that എത്ര മാനേജേഴ്സ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ലൈനിൽ ഇരിക്കുന്നവരും സെക്കൻഡ് ലൈനിൽ ഇരിക്കുന്നവരും ഓൺ ബോർഡിങ്ങിൽ ആയിരിക്കണം. അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിരിക്കണം. അവരുടെ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ചേഞ്ച് ആയിട്ടുള്ളത്, അവർ മെഡിക്കൽ റെപ്പ് ആയിരുന്നപ്പോഴും ഇപ്പോഴും അവരുടെ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ചേഞ്ച് ആയിട്ടുള്ളത്, അവർ ഫസ്റ്റ് ലൈനിൽ ഇരുന്നപ്പോൾ നിന്നും ഇപ്പോൾ സെക്കൻഡ് ലൈൻ ആയപ്പോൾ. കാരണം നിങ്ങൾ റെപ്പ് ആയിരിക്കുമ്പോഴുള്ള റെസ്പോൺസിബിലിറ്റി വേറെ ആയിരിക്കും, സെക്കൻഡ് ലൈൻ ആകുമ്പോൾ വേറെ ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ കൊത്തിവെച്ചിരിക്കണം.
ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് വരെ ജോലി നല്ല രീതിയിൽ പോവില്ല. വൺ മോർ ഡിപ്പാർട്ട്മെന്റ് വേർ വി വാണ്ട് ടു വർക്ക് എ ലോട്ട്, വർക്കിംഗ് എ ലോട്ട്. അത് നിങ്ങൾക്ക് സ്ലോലി ആൻഡ് ഗ്രാജുവലി ഇമ്പാക്ട് മനസ്സിലാവും. അടുത്ത 6 മാസം, 1 വർഷം, 2 വർഷം വി ആർ സ്റ്റിൽ കണ്ടിന്യൂസ്ലി വർക്ക് ഓൺ ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് മെഡിക്കൽ അഫെയർ. ഇതില് വി വാണ്ട് ടു ബ്രിങ് എ ലോട്ട് ഓഫ് സയൻസ്. ലിറ്ററേച്ചറിൽ, ബ്രോഷേഴ്സിനകത്ത്, ഡിഫറെന്റ് സ്റ്റഡീസിനകത്ത് എങ്ങനെയാണ് നമ്മുടെ മാൻകൈൻഡ്സിന്റെ പ്രോഡക്ട്സ് പ്രസന്റ് ചെയ്യുന്നത്. മാൻകൈൻഡ്സിന്റെ പ്രോഡക്ട്സ് വരും കാലങ്ങളിൽ, ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, വരും കാലങ്ങളിൽ ഡിഫറെന്റ് കോംപ്ലക്സ് പ്രോഡക്ട്സിനെ കൊണ്ടുവരാൻ പോകുന്നു. ഇന്ത്യയിൽ മാൻകൈൻഡ് ഷുഡ് ബി ദ ഫസ്റ്റ് കമ്പനി ടു ലോഞ്ച്. We should not be the follower, we should be the pioneer in launching those products. So we just want to strengthen our medical affair. ഡിഫറെന്റ് രീതികളിൽ ചില സെറ്റ് ബാക്സ് എല്ലാം വരും, കുഴപ്പമില്ല, അവ സംഭവിച്ചേക്കാം. ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിംഗിനകത്ത് വി വാണ്ട് ടു ബ്രിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിക്കൽ അഫയേഴ്സ്. അത് പാക്കിംഗ് ആയാലും ശരി, പുതിയ പ്രൊഡക്റ്റ് ആയാലും ശരി, അതിന്റെ പ്രസന്റേഷൻ ആയാലും ശരി, അതിന്റെ ഫോർമുലേഷൻ ആയാലും, ഇൻ എവറി സെൻസ് we need to bring some kind of a dramatic and drastic changes, and please believe that we are working on it. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ഞങ്ങൾ ഇൻസെന്റീവ് പോളിസിക്കകത്ത്, ഗ്രോത്ത് വരുന്ന പാർട്ടിനകത്ത്, കീപ്പിംഗ് ഡിഫറെന്റ് പ്രൊഡക്ടിവിറ്റി ഇൻ മൈൻഡ്, കുറെ അധികം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു കൺവേ ടു എവറിബഡി. ഞങ്ങളുടെ ഇന്റൻഷൻസ് എന്തെന്നാൽ വി ജസ്റ്റ് വാണ്ട് മാൻകൈൻഡിയൻസ് ടു ഗ്രോ. ദേ ഷുഡ് ബി പ്രോസ്പെറസ്, ദേ ഷുഡ് ബി റിച്ച്, ദേ ഷുഡ് ഹാവ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇമേജ് ഇൻ ദ സൊസൈറ്റി. വി ഹാവ് ഓൾവേസ് വർക്ക്ഡ് ലൈക്ക് ദാറ്റ്. നമ്മൾ എപ്പോഴും ഇതുപോലെയാണ് ജോലി ചെയ്യുന്നത്. ഈ വർഷം 25-26 യു വിൽ ഓൾസോ ഫൈൻഡ് വൺ മോർ തിങ്. വിൽ ജസ്റ്റ് ട്രൈ ടു ബ്രിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫർദർ എൻഹാൻസ്ഡ് ഇൻസെന്റീവ്സ്. ഓർ എങ്ങനത്തെ ഇൻസെന്റീവ്സ് എന്നാൽ, ഒരു കാറ്റഗറി ഉണ്ട്, അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദേ ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് ഇൻ ഫ്യൂച്ചർ ലൈക്ക് എ ക്രോണിക്, ആൻഡ് ദാറ്റ് ബേസിക്കലി ഈസ് ഗാസ്ട്രോസൈഡ്. അത് പാണ്ട കൈൻഡ് ആയാലും റാബിറ്റ് കൈൻഡ് ആയാലും വെനപ്രസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വി ജസ്റ്റ് വാണ്ട് ദേ ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് ക്രോണിക്. അത് നിങ്ങൾ അതിനകത്ത് കാണും. പുതിയ പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യും, അതിന്റെ ഇൻസെന്റീവ് പോളിസിയും ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പാർട്ട് ഫ്രം ദിസ്, മെഡലിൽ ആര് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി വരുന്നുണ്ടോ, അവരുടെ പ്രൊഡക്ടിവിറ്റിയും നല്ലതാണ്, അവരുടെ ഗ്രോത്തും നല്ലതാണ്. വൈ ഷുഡ് ദേ ഗോ ഓൺലി ടു ദുബായ് ഓർ സിംഗപ്പൂർ? വൈ നോട്ട് ദേ ഷുഡ് ബി സെൻഡ് ടു യൂറോപ്പ്? ദേ ഷുഡ് ബി ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ ചാം. അവരുടെ ചാമം വ്യത്യസ്തമായിരിക്കണം. വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ് സൈഡ് ആസ് വെൽ. വൺ തിങ് ഓൾ ആൻഡ് ഓൾ യു ഷുഡ് റിയലി അണ്ടർസ്റ്റാൻഡ്, ഏതവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്താലും, ബിക്കോസ് ഇൻ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് months we have taken very harsh actions. It is now done industry. മറ്റുള്ളവർ 10% മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും, അത് വരുത്തിക്കൊണ്ടേയിരിക്കും. ബട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെന്നാൽ ജസ്റ്റ് കം ബാക്ക് ടു ദ നോർമൽ. ബട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നു 4 മണിക്കൂർ നേരത്തേക്ക്, പക്ഷെ നിങ്ങൾക്കെല്ലാം ലഭിക്കണം. അതൊന്നും സാധിക്കില്ല. മെറിറ്റോക്രസി വിൽ പ്രിവൈൽ. നിങ്ങൾ പഴയതോ പുതിയതോ, ബട്ട് വൺസ് യു ആർ എ മാൻകൈൻഡിയൻ, നിങ്ങളുടെ ടാലന്റ് അധികമാണെങ്കിൽ, ഈ ഒരു കാര്യത്തിൽ ഡൗട്ടില്ല, പഴയ ആളുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടും. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എന്നാൽ ടാലന്റിൽ വളരെയധികം വ്യത്യാസമുണ്ടെങ്കിൽ ലഭിക്കില്ല. സോ കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി വാണ്ട് പഴയ ആളുകൾക്ക് കൂടുതൽ ടാലന്റ് വേണം, പുതിയ ആളുകൾ മുന്നോട്ട് വരണം. വി ജസ്റ്റ് വാണ്ട് ദാറ്റ്. ഓർ ശരിയായ ആളുകൾക്ക് മുന്നോട്ട് പോവാനുള്ള വഴിയൊരുക്കണം. നിങ്ങൾ ഒരു ബിസിനസ് നടത്തുകയാണോ, ഒരു ജോലി ചെയ്യുകയാണോ, അതോ ഷോപ്പ് നടത്തുകയാണോ? സർ, ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, ഒരിക്കലും ഈ കാര്യം മറക്കരുത്. എല്ലാം നിങ്ങൾക്ക് അപ്പോഴാണ് ലഭിക്കുന്നത് എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ റവന്യൂ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ടോട്ടൽ ഗ്രോത്ത് ഉണ്ടാവണം. എപ്പോ വരെ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല, നിങ്ങളുടെ സെയിൽസ് കൂടുന്നില്ല, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇൻകം വർദ്ധിക്കില്ല. ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ദാറ്റ് യു സപ്പോസ് ടു റിയലി അണ്ടർസ്റ്റാൻഡ്. ഓർ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, എപ്പോഴാണോ നിങ്ങൾ പ്രോഗ്രസ് ആവുന്നത്, ഓർ പ്രോഗ്രസിന്റെ ബൈ പ്രൊഡക്റ്റ് ഫൈനാൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഫൈനാൻഷ്യൽ ഗെയിൻസ് എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ പേഴ്സണാലിറ്റി കാരണം, നിങ്ങളാൽ ചെയ്യപ്പെട്ട പ്രവൃത്തികൾ കൊണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി, അതിന്റെ പ്രൊഡക്ടിവിറ്റി 10 ആണെന്നിരിക്കട്ടെ, അടുത്ത വർഷം അത് 12 ആയിരിക്കും, അതിനടുത്ത വർഷം അത് 15 ആയിരിക്കും. This can only happen not by the past inertia, only consistency can. നിങ്ങളുടെ ടാലന്റും അതിനുവേണ്ടി വർദ്ധിപ്പിക്കണം, റൈറ്റ്?
You just improve your skills. Then this 12 can become to 15 and 15 will become to 20. Please understand this. So keep working on yourself, keep upgrading yourself, and we would be working a lot on that side because we understand that now we are the fourth largest company. We are competing. If you have desire and aspiration to become India's #1 company, അത് ചുമ്മാ നടക്കുന്ന ഒന്നല്ല. ചുമ്മാ ഇരുന്നാൽ നടക്കില്ല. We'll bring a lot of new talents to being hand-holded by those people. അവർ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ പഠിച്ചിട്ട് ചൂടി നന്നായി പ്രവർത്തിക്കുക. Then this is going to happen. On this particular video, I wish you ഈ മാസം I wish you all the best, good luck, lot of progress, lot of prosperity, better incentive, better നിങ്ങളുടെ ലിസ്റ്റ് ഇനിയും നല്ലതായി വരട്ടെ. But one thing in the end I want to say, mankindന്റെ motto ഉണ്ടല്ലോ, that should not go away. The motto basically is what? That ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, it is not the age. നിങ്ങൾ പഴയ ആളാണോ, വൃദ്ധനാണോ, ഓൾഡ് ആളാണോ, അതോ യങ് ആണോ, the size. നിങ്ങളുടേത് വലിയ കമ്പനിയോ വളരെ ചെറിയ കമ്പനിയോ ആയിക്കൊള്ളട്ടെ, that doesn't matter. It's not size or age, but it's the speed which matters. നമ്മൾ എന്ത് പറഞ്ഞാലും how fast we can execute. കോൺഫറൻസ് റൂമിലെ ഐഡിയാസിനും വേഴ്സസ് എക്സിക്യൂഷനും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. If you can execute those idea you have asked very fast, വളരെ വേഗത്തിൽ, anything is possible. So we will try to execute every idea in a faster pace. So I wish you all the best, good luck, have a great year ahead. Bye bye, see you, thank you.